ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഈ ഗ്രന്ഥം ഇഷ്ടപ്പെടുകയും ഇതിലെ വീഡിയോകൾ കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഈശോയും മാതാവും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. പല ആത്മീയ പിതാക്കന്മാരും വൈദികരും സമർപ്പിതരും അൽമായരും ഇത് വായിച്ച് ആത്മീയ ഉണർവും ഈശോയെയും മാതാവിനെയും കുറിച്ച് കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും അതുവഴി ദൈവസ്നേഹാനുഭവത്തിൽ വളരുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഈ അറിവും ദൈവസ്നേഹാനുഭവങ്ങളും എല്ലാവർക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിച്ചു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചെറിയ ഒരു സംരംഭം ഞാൻ ആരംഭിച്ചു. പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും മഗ്ദലന മേരിയെക്കുറിച്ചുമൊക്കെ ഒത്തിരി തെറ്റായ അറിവുകൾ, വ്യാഖ്യാനങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. തെറ്റായ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉള്ള ഉത്തരമാണ് ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ പാരമ്പര്യങ്ങളും ബൈബിളും കൂടുതൽ നന്നായി നമുക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കുന്നു. ഈ ഗ്രന്ഥം കൂടുതൽ വായിച്ച് മനസ്സിലാക്കുന്നത് വഴിയായി സുവിശേഷം വായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് എളുപ്പമാകുന്നു. യേശു ജീവിച്ചിരുന്ന ആ കാലഘട്ടം, പശ്ചാത്തലം, സാഹചര്യങ്ങൾ, ചരിത്രം എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2024 ഡിസംബർ 10, 11 തീയതികളിലായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഒന്നാം ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഗ്രന്ഥത്തിൻ്റെ 1-ാം വാല്യം മാതാവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിസംബർ 24 ആയപ്പോഴത്തേനും 8-ാം അധ്യായത്തിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് 27-ാം അധ്യായം മുതൽ വീഡിയോ ഇട്ടിരുന്നു. 27-ാം അധ്യായം ജനസംഖ്യ എടുക്കാനുള്ള രാജശാസനം, 28-ാം അധ്യായം ബെത്ലഹേമിലേക്കുള്ള യാത്ര, 29-ാം അധ്യായം നമ്മുടെ കർത്താവായ ഈശോയുടെ ജനനം, 30-ാം അധ്യായം ഇടയന്മാർ ഈശോയെ ആരാധിക്കുന്നു, 31-ാം അധ്യായം സക്രിയാസിൻ്റെ സന്ദർശനം, 32-ാം അധ്യായം ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു, 33-ാം അധ്യായം കന്യകാമേരി താരാട്ട് പാടുന്നു, 34-ാം അധ്യായം ജ്ഞാനികളുടെ ആരാധന, 35-ാം അധ്യായം ഈജിപ്തിലേക്കുള്ള പലായനം. അതിനുശേഷം ഞാൻ വീണ്ടും 9-ാം അധ്യായം യോവാക്കിമിൻ്റെയും അന്നയുടെയും മരണം തുടങ്ങി വീണ്ടും തുടർച്ചയായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 26-ാം അധ്യായം വരെ വീഡിയോ അപ്ലോഡ് ചെയ്തു. നാളെ മുതൽ 36-ാം അധ്യായം തുടങ്ങി തുടർച്ചയായി ഈ ഗ്രന്ഥം ഫോളോ ചെയ്യുകയാണ്. 27 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളുടെ വീഡിയോകൾ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്കുകൾ ഷെയർ ചെയ്യാം. അവിടെ പോയി അത് കേൾക്കാം. ഈ ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഗ്രന്ഥത്തെ ഇഷ്ടപ്പെടുന്ന, നല്ല വാക്കുകൾ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 നന്ദി അറിയിക്കുന്നു. ഇനിയും ഈശോയുടെ, മാതാവിൻ്റെ, യൗസേപ്പിതാവിൻ്റെ, അപ്പസ്തോലന്മാരുടെ, മഗ്ദലന മേരിയുടെ ഒക്കെ ജീവിതത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.